ഹായ് ഹലോ, ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു വെർമിസിലി മാംഗോ ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെർമിസിലി, ഇച്ചിരി കനം കുറഞ്ഞ വെർമിസിലി തന്നെ വേണം. അത് നമുക്ക് നെയ്യ് ഒഴിച്ച് കുറച്ച് വറുത്തതിന് ശേഷം അതിലേക്ക് നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം പാലിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇച്ചിരി കൊഴുപ്പുള്ള പാല് തന്നെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സേമിയ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നല്ല മിൽക്ക് മെയ്ഡ് ഇച്ചിരി ഏറെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഡെസേർട്ട് ആകുമ്പോൾ ഇച്ചിരി കുറുകിയിരിക്കണമല്ലോ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റും മണവും എല്ലാമാണ് ഇച്ചിരി കസ്റ്റർഡ് പൗഡർ, 1 സ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് 1 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത്, വെള്ളമല്ല 1 സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി അതിനെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. അത് അലിയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സേമിയയിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര കുറച്ച് ഇടുക, അധികം ഇടണ്ട, മിൽക്ക് മെയ്ഡ് ഇട്ടതുകൊണ്ട്. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ടുള്ളൂ. 2 സ്പൂൺ പഞ്ചസാരയും ഇട്ടതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കസ്റ്റർഡ് പൗഡറും കൂടെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് കസ്റ്റർഡ് പൗഡർ ഇനി കുറച്ച് സമയം ഒന്ന് തിളയ്ക്കണം. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ആ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുറച്ച് മാങ്ങ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്നേ, അതിനെ ഒരു 3/4 മുറി മാങ്ങയോളം ഞാൻ എടുത്തേ. മാംഗോ ഡെസേർട്ട് ആണല്ലോ, അപ്പോൾ നമുക്ക് ഇച്ചിരി ഏറെ മാംഗോ തന്നെ വേണം. അതിനെയും കൂടെ നമ്മുടെ സേമിയ വെന്തതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കുക. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മാങ്ങയല്ലേ പാലിലൂടെ ആകുമ്പോൾ പിരിഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് മാങ്ങ ഞാൻ അതേപോലെ പീസസായി അരിഞ്ഞ് വെച്ചിരുന്നു, അതും കൂടെ നമ്മുടെ അതിലേക്ക് ഇട്ട് നല്ലോണം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കണേ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിറ്റേ ദിവസം അത് കഴിക്കാനായിരുന്നു ശരിക്കും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. താങ്ക്